السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിൻ്റെ അവസാനത്തെ ജുമുഅയാണ്. മാസത്തിലെ അവസാനത്തെ ജുമുഅ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുള്ള ഒരു വെള്ളിയാഴ്ച ജുമുഅയും കൂടിയാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ സംസാരിച്ചിരുന്നത് മുസ്ലിമായ മനുഷ്യൻ മറ്റുള്ള ഒരു മുസ്ലിമിനോടുള്ള കടപ്പാടുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞ 5 അല്ലെങ്കിൽ 6 കടപ്പാടുകൾ നാം എടുത്തു പറഞ്ഞിരുന്നു. അതിൽ അവസാനം പറഞ്ഞു നിർത്തിയത് ഒരു രോഗിയെ സന്ദർശിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു പ്രത്യേകം പഠനം തന്നെ ഈ രോഗിയെ കുറിച്ചാണ്, രോഗിയെ സന്ദർശിക്കുന്നതിനെ കുറിച്ചാണ്. എന്നാൽ നമ്മളിൽ ഇന്ന് പലർക്കും സമയമില്ലാതെ പോകുന്നതും നാം ഇന്ന് വളരെ പ്രാധാന്യം നൽകാതെ പോകുന്നതുമായ ഒരു വിഷയമായി തീരുകയാണ് ഈ രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വന്ന സമയം നമ്മളൊക്കെ വാട്സപ്പുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് രോഗവിവരങ്ങൾ അറിയുന്നു. എന്നിട്ട് അതിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നാം ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഹഖ്, ഒരു കടപ്പാടാണ് എന്ന് എടുത്തു പറഞ്ഞ ഒന്നാണ് ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുക. എന്നിട്ട് ആ രോഗിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആ രോഗിയെ സന്ദർശിക്കുന്ന സമയത്തിൽ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് അവിടെ ഇരിക്കേണ്ടത്, സന്ദർശനം എങ്ങനെയാകണം എന്നൊക്കെ വളരെ കൃത്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നു. ഇന്നത്തെ തലമുറ തിരക്കിന്റെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ മറ്റുള്ള ബിസി എന്നൊക്കെ പറഞ്ഞ് രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് നിന്നുപോയി. പലരും ഇന്ന് അങ്ങനെ ഇല്ല. വളരെ അപൂർവമായ ചില ആളുകൾ ഇന്ന് രോഗികളെ സന്ദർശിക്കുന്നു. അത് വലിയ സുന്നത്തായ ഒരു കാര്യമാണ്, ഒരു ഹഖ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നത്. നമ്മുടെ മാതാപിതാക്കൾക്ക് രോഗം വരുമ്പോൾ അവരെ നാം സന്ദർശിക്കുന്നതും അവരെ പരിപാലിക്കുന്നതും അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിമായ മനുഷ്യന് രോഗിയാണ് എന്ന് കേട്ടാൽ ആ രോഗിയെ സന്ദർശിക്കുന്നതിൽ വലിയ പുണ്യമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. നമ്മളൊക്കെ അതിന് വലിയ പ്രാധാന്യം നൽകാതെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടും, അതിന് വലിയ പ്രാധാന്യം നൽകും ചെയ്യും. നാം മരിക്കുന്ന മനുഷ്യന് മരിക്കുന്നതിന് മുമ്പ് അവന്റെ മുഖത്ത് പോയി ഒന്ന് കണ്ടിരുന്ന് സലാം പറഞ്ഞ് അവന് വേണ്ട പ്രാർത്ഥന നടത്തുക, ഇതിനുള്ള പുണ്യം ആരും മനസ്സിലാക്കണില്ല. മരിച്ചാൽ എല്ലാവരും എത്തും. സത്യത്തിൽ മരിച്ചാലും മയ്യത്ത് കാണാന്നുള്ള ഒരു പുണ്യം ഇസ്ലാം പഠിപ്പിക്കണമില്ല. മരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം പറയുന്നത് മയ്യത്ത് പരിപാലനയാണ്. ആ ജനാസയോടുള്ള ഹക്കുകൾ, കടപ്പാടുകൾ, ബന്ധങ്ങൾ, ആ മയ്യത്തിനോട് നാം ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതാണ് ഇസ്ലാം മരിച്ചു കഴിഞ്ഞ മയ്യത്തിനോട് ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ അവിടെ മയ്യത്തിനെ കാണുക അല്ലെങ്കിൽ മയ്യത്തിനെ നോക്കുക എന്ന ഒരു പ്രത്യേകം ഒരു ഇബാദത്തായി ഇസ്ലാം പഠിപ്പിക്കണില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ ഈ മയ്യത്ത് കാണാൻ വേണ്ടി തിക്കും തിരക്കും വെച്ച ആളുകൾ അതിന് ഗൾഫിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ വരാനുണ്ടെന്ന് പറഞ്ഞൊക്കെ അത് കാത്തു നിൽക്കും. ഈ കാണുക എന്നുള്ളത് ഇസ്ലാം ഒരു ഇബാദത്തായിട്ടോ അല്ലെങ്കിൽ ഒരു സുന്നത്തായിട്ടോ പറയണില്ല. മറിച്ച് അവിടെ ഫർദ് കിഫയായ കാര്യങ്ങളായി വലിയൊരു ഇബാദത്തായി പറയുന്നത് ആ മരണാനന്തരമുള്ള മരിച്ചതിന് ശേഷമുള്ള ഓരോ വിഷയങ്ങളാണ്.
എന്നാൽ ഈ കാണൽ സുന്നത്തുള്ളത് മയ്യിത്ത് ആയതിനു ശേഷമല്ല, മരിക്കുന്നതിന് മുമ്പാണ് കാണൽ സുന്നത്തുള്ളത്. ആ സുന്നത്ത് ആരും എടുക്കണമില്ല. ഒക്കെ വാട്സപ്പിലൂടെ ചോദിക്കുന്നു, ആ സുഖല്ലേ, എന്തൊക്കെയാണ്, ഇങ്ങനെ രോഗിയെ സന്ദർശിക്കലൊക്കെ ഫോണിലൂടെ ഫോൺ വിളിച്ച് തീരുന്നു. അത് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു നഷ്ടമാണത്. ഫോണിലൂടെ മയ്യിത്ത് സന്ദർശനം അല്ലെങ്കിൽ വാട്സപ്പിലൂടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അതല്ല വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് രോഗിയെ അടുത്ത് നാം ചെല്ലണം. രോഗിയെ അടുത്ത് നാം ചെന്നിരുന്ന് അവനെ ആശ്വസിപ്പിച്ച് അവനക്ക് വേണ്ടി സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ദുആ കൊണ്ട് ഇറങ്ങണം. ഇതാണ് പടച്ച തമ്പുരാനും നമുക്ക് പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹ് പറയുന്നു. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ തന്നെ പടച്ച തമ്പുരാൻ പറഞ്ഞ വാക്കാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, യഖൂലുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാവരും മഹ്ശറ വൻസഭയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചില വ്യക്തികളോട് സംസാരിക്കുന്ന ഒരു സംസാരം അല്ലാഹു തആല തന്നെ പഠിപ്പിക്കുന്നുണ്ട്. യഖൂലുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോട് ചോദിക്കുമത്രേ, എന്തേ നീ എന്നെ സന്ദർശിക്കാതിരുന്നത്? നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? ദുനിയാവിൽ, അതായത് ഭൂമിയിൽ നീ മനുഷ്യനായി ജീവിച്ചിരിക്കുമ്പോൾ നീ ബിസിനസ്സും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ ജീവിക്കുന്നതിന്റെ ഇടയിൽ നീ എന്നെ നോക്കിയില്ലല്ലോ, എന്നെ കണ്ടില്ലല്ലോ, എന്നെ സന്ദർശിച്ചില്ലല്ലോ, എന്റെ അടുക്കൽ വന്നില്ലല്ലോ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോട് ചോദിക്കുന്ന രംഗമുണ്ട്. ആ നേരം ആ മനുഷ്യൻ അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കും, കൈഫ അഊദുക, അല്ലാഹ് എങ്ങനെയാ നിന്നെ ഞാൻ സന്ദർശിക്കുക? എങ്ങനെയാണ് നിന്നെ ഞാൻ സന്ദർശിക്കാൻ പറ്റുക? അന്ത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവായ റബ്ബല്ലേ, നിന്നെ എനിക്ക് ദുനിയാവെന്ന് കാണാൻ പറ്റുമോ? നിന്നെ എനിക്ക് ദുനിയാവിൽ കാണാൻ പറ്റൂലല്ലോ. എന്ത് ചോദ്യാണ് എന്ന് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു താല മനുഷ്യനോട് പറയുന്നുണ്ട്, അമാ അലിംത, മോനെ നീ അറിഞ്ഞില്ലേ, അന്ന ഫുലാനൻ മരിള, നിന്റെ നാട്ടിൽ അല്ലെങ്കിൽ നിന്റെ മഹലിൽ ഇന്നാലിന്ന ആള് രോഗിയാണ് എന്ന വിവരം നീ കേട്ടില്ലേ? എന്നിട്ട് ഫലം താഴ്ന്നു, നീ അവിടെ സന്ദർശിക്കാൻ പോയില്ലല്ലോ. നിന്റെ മുറ്റിച്ചൂര് മഹലിൽ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടപ്പെട്ട ഒരു മുസ്ലിമായ മനുഷ്യന് രോഗിയായി കിടക്കുമ്പോ നീ ഫലം താഴ്ന്നു അവിടെ പോയി അവനെ സന്ദർശിച്ചില്ലല്ലോ. നീ എങ്ങാനും അവിടെ പോയിരുന്നെങ്കിൽ, നിന്റെ മഹലിൽ രോഗിയായി കിടക്കുന്ന രോഗിയെ സന്ദർശിച്ചിരുന്നെങ്കിൽ പടച്ച തമ്പുരാനായ ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നു, ഞാൻ അവിടെയായിരുന്നു. നീ വരാത്തത് കൊണ്ട് നിനക്ക് എന്നെ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്. ഈ ഒരു വാക്ക് നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിലെ ഒരുപാട് ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകളെ കൂട്ടത്തിൽ ഈ ഇബാദത്ത് ചെയ്യുമ്പോൾ ഞാൻ അവിടെയുണ്ട് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണുന്നില്ല. നോമ്പോക്കുന്നവരാണ്, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. അല്ലാഹു തആല പ്രത്യേകം ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ദുനിയാവിൽ ഇന്ന സ്ഥലത്ത് ഞാൻ ഉണ്ട് എന്ന് അല്ലാഹു തആല എടുത്തു പറഞ്ഞത് ഒരു രോഗിയുടെ അടുക്കലാണ്. ആ രോഗിയുടെ അടുത്ത് ഞാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ അത് എന്നെ സന്ദർശിച്ചതുപോലെ എന്ന മെസ്സേജാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത്. ഇസ്ലാം അങ്ങനെയാണ്. ഇസ്ലാം കുറേ ഇബാദത്ത് ഉണ്ടാക്കുക എന്ന പോലെ തന്നെ ഇതും ഒരു ഇബാദത്താണ്. രോഗിയെ സന്ദർശിക്കുക, കൂടപ്പുറപ്പുകൾ അല്ലെങ്കിൽ മഹലിലുള്ള ആളുകൾ, അവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അത് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നോക്കുക. അള്ളാഹുവിനെ കാണുന്നതിന് തുല്യമാണ്, അള്ളാഹുവിനെ സന്ദർശിക്കുന്നതിന് തുല്യമാണ് എന്ന് അള്ളാഹു താല പറഞ്ഞ ഒരു സ്ഥലം ഭൂമിയിലുണ്ടെങ്കിൽ അത് നമ്മുടെ മുസ്ലിമീങ്ങളായ സഹോദരന്മാര് രോഗത്തിൽ കിടക്കുമ്പോൾ അവിടെ പടച്ച തമ്പുരാനുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ശൈലി നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വളരെ ആവേശത്തിൽ, വളരെ സന്തോഷത്തിൽ രോഗികളെ കാണാൻ വേണ്ടി പോയിരുന്നു. വളരെ ആവേശത്തിലും സന്തോഷത്തിലുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിരുന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ പോയി രോഗിയുടെ അടുക്കൽ പോയി ഇരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ഹബി യമീരിഹി, തന്റെ വലത് കൈ കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ആ രോഗിയെ ഒന്ന് തലയോട് ഒന്നിങ്ങനെ തടകും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ മുഅവ്വിദത്തൈനി, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ്,
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതുപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ രണ്ട് സൂറത്തുകൾ അല്ലാഹുവിന്റെ റസൂലോട് വെച്ച് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഒരു രോഗിയുടെ അടുക്കൽ ഇരുന്നിട്ട് ഈ രണ്ട് സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്ന സൂറത്തും പിന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് എന്ന സൂറത്തും അവിടെ ഇരുന്ന് ഓതും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ചെറിയൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുവേ, നിന്റെ ശിഫയല്ലാതെ വേറെ ഒരു ശിഫയില്ല, അതുകൊണ്ട് അല്ലാഹുവേ ഈ മനുഷ്യനിക്ക് നീ ശിഫ നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമായിരുന്നു. റസൂലുള്ളാഹിന്റെ ജീവിതം നോക്കുമ്പോൾ അങ്ങനെയാണ്. രോഗിയുടെ അടുക്കൽ കുറേ ഇരുന്ന് രോഗിയെ ബുദ്ധിമുട്ടിക്കുകയോ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുകയോ ഈ വന്ന വ്യക്തി ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് രോഗിക്ക് തോന്നാത്ത രീതിയിൽ, സമയം ദീർഘമാകാതെ, അവർക്ക് മുഷിപ്പും വെറുപ്പും വരാത്ത രീതിയിൽ അവിടെ ഇരുന്ന് അവർക്ക് വേണ്ടി ചെറിയ 2-3 വാക്കുകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വരുന്നതായിരുന്നു റസൂലുള്ളാഹിന്റെ ജീവിതചര്യ. വേറൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ കിട്ടുന്ന ലാഭം. ഒരു മനുഷ്യൻ രാവിലെയാണ് രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ സ്വല്ല അലൈഹി 70,000 മലക്ക്, ഒരു 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർക്ക് വേണ്ടി? രോഗിക്ക് വേണ്ടിയല്ല. ആരാണോ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത് അവനക്ക് വേണ്ടി 70,000 മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. രാവിലെയാണ് അവന് പോയതെങ്കിൽ ഹത്താ യുംസിയ, വൈകുന്നേരം വരെയും ആ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കും. ഇനി വൈകുന്നേരത്താണ് അവന് പോയതെങ്കിൽ അപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹത്താ യുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെ. അപ്പൊ നമ്മൾ ഏത് സമയത്ത്, രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെയും, വൈകുന്നേരമാണ് പോയതെങ്കിൽ നേരം വെളുക്കുന്നത് വരെയും മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ഒന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ആ മനുഷ്യൻ ഈ രോഗിയെ സന്ദർശിച്ച് 70,000 മലക്കുകളുടെ പ്രാർത്ഥന ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ, അവന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖരീഫുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു പൂന്തോട്ടം തന്നെ കൊടുക്കും എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ചെറിയ വിഷയമല്ല. ഒരു രോഗിയെ, മുസ്ലിമായ രോഗിയെ സന്ദർശിക്കുമ്പോൾ അല്ലാഹു തആല കൊടുക്കുന്നത് 70,000 മലക്കുകളുടെ പ്രാർത്ഥനയും അതോടൊപ്പം നാളെ അവന് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ഒരു പൂന്തോട്ടം, ഏക്കറ കണക്കിൽ സ്ഥലമാണ് അല്ലാഹു തആല ഇവനെ ഈ രോഗിയെ സന്ദർശിച്ചതിന്റെ പേരിൽ കൊടുക്കുന്നത്. ഈ രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് ഒരു പുണ്യമാണെന്ന് നാം മനസ്സിലാക്കുക. അതാണ് വേണ്ടതും. അല്ലാണ്ട് ജീവിച്ച് മരിക്കണ ഈ രോഗിയായി കിടക്കുന്ന സമയം തിരിഞ്ഞു നോക്കാതെ അവർക്ക് വേണ്ട സഹായങ്ങളോ സഹകരണങ്ങളോ ഒന്നും ചെയ്തു കൊടുക്കാതെ അവസാനം മരിച്ചപ്പോ ഓടി വന്ന് മയ്യത്ത് കാണുന്ന ആളുകൾ. ആ മനുഷ്യൻ ചിലപ്പോൾ ജീവിച്ചിട്ടുണ്ടാകുമ്പോൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആളുകൾ അപ്പം കാണാൻ വരൂല. മയ്യത്തായി എന്ന് കേൾക്കുമ്പോൾ എവിടെ നിന്നൊക്കെ വന്ന് കണ്ടുപോകും. ഇതല്ല ഇസ്ലാം. ഇസ്ലാം അങ്ങനെ പറയണില്ല മയ്യത്തിന്റെ മുഖത്ത് നോക്കണം എന്ന് ഇസ്ലാം പറയണില്ല. ഒന്നിലേറെ പ്രാവശ്യം നോക്കൽ കറാഹത്ത് എന്നാണ് ഇസ്ലാം പറയുന്നത്. മയ്യത്ത് നമ്മളിങ്ങനെ കെടുത്തുമല്ലോ, മയ്യത്ത് ഇങ്ങനെ കെടുത്തിയ ആ മയ്യത്തിന്റെ മുഖത്ത് ആവർത്തിച്ച് 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 നോക്കരുത് എന്നാണ് ഇസ്ലാം പറയുന്നത്. അവിടെ പണ്ഡിതന്മാര് പറയണ മയ്യത്തിന്റെ മുഖത്ത് വല്ലാതെ നോക്കി നിന്നാൽ, ആവർത്തിച്ച് ആവർത്തിച്ച് നോക്കി നിന്നാൽ അവന് മറവി ഉണ്ടാകുന്നു പോലും ഇസ്ലാം പറയുന്നുണ്ട്. അപ്പൊ മയ്യത്തിനെ നോക്കല്ല വേണ്ടത്. ഈ രോഗിയായ സമയത്ത് രോഗിയെ സന്തോഷിപ്പിക്കുക, അവന് വേണ്ട മരുന്ന് വാങ്ങിക്കൊടുക്കുക, അവന് വേണ്ട ആശ്വാസത്തിന്റെ വാക്കുകൾ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അവനെ സമാധാനിപ്പിക്കുക, അവനെ സന്തോഷിപ്പിക്കുക. മരിച്ചു കഴിഞ്ഞതിന് ശേഷം കുറെ ആളുകൾ വന്ന് വെള്ളത്തുണി നീക്കി, അപ്പം കഫൻ തുണി നീക്കണം. ഇനി അവിടെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഖബറിന്റെ അടുത്ത് വന്ന് ആ ഖബറിന്റെ അടുത്ത് നിന്ന് കഫൻ തുണി നീക്കി കാണണം. ഇതൊക്കെ ജീവിച്ചിട്ടുണ്ടാകുമ്പോൾ കണ്ടൂടെ? ഇതൊക്കെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി അടുത്ത ആഴ്ചയും ഇൻഷാ അല്ലാഹ് സംസാരിക്കും.